Welcome to Khandwa Diocese. എല്ലാ ഷാലോം പ്രേക്ഷകർക്കും ഖണ്ഡ്വ റുപ്പത്തായിലേക്ക് സ്വാഗതം. ഭാരതത്തിൻ്റെ ഒത്ത നടുക്കുള്ള പ്രദേശത്തിന് ഭൂമിശാസ്ത്രപരമായി ഏറ്റവും അനുയോജ്യമായ പേരാണ് മധ്യപ്രദേശ്. 2000 മധ്യപ്രദേശ് വിഭജിച്ച് ഛത്തീസ്ഗഡ് രൂപപ്പെട്ടതോടെ രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമെന്ന പദവി നഷ്ടമായി. എങ്കിലും ഭാരതത്തിൻ്റെ ഹൃദയമെന്നാണ് ഈ സംസ്ഥാനം വിശേഷിപ്പിക്കപ്പെടുന്നത്. മധ്യപ്രദേശിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ബ്രിട്ടീഷുകാരുടെ വരവോടെ കമ്പനി തൊഴിലാളികളും പട്ടാളക്കാരും റെയിൽവേ ജീവനക്കാരുമെല്ലാമായി ഭാരതത്തിലെത്തിയവരാണ് മധ്യപ്രദേശിലെ ആദ്യത്തെ ക്രൈസ്തവർ. ഇവരുടെ ആത്മീയാവശ്യങ്ങൾ നിറവേറ്റാനായി കടന്നുവന്ന യൂറോപ്യൻ വൈദികരാണ് ഈ മണ്ണിൽ ആദ്യമായി സുവിശേഷത്തിൻ്റെ വിത്തുപാകിയത്. സംവത്സരങ്ങൾക്കിപ്പുറം 11 കത്തോലിക്ക രൂപതകളിലായി മധ്യപ്രദേശിലെ ക്രൈസ്തവ സമൂഹം വ്യാപിച്ചു കിടക്കുന്നു. കളിലും 80കളിലും ഹിന്ദി സിനിമകളിലും ഇതര ഉത്തരേന്ത്യൻ ഭാഷാ ചിത്രങ്ങളിലും പാടി അഭിനയിച്ചിരുന്ന അതുല്യ പ്രതിഭ കിഷോർ കുമാറിൻ്റെ ജന്മനാട്ടിലേക്കാണ് ഷാലോം TV നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഖണ്ഡ്വ ജില്ലയുടെ അടയാളമാണ് ഇന്ന് ഈ സ്മൃതി കുടീരം. ഒന്നിനൊന്ന് വ്യത്യസ്തമായ അനേകം ഗാനങ്ങൾക്ക് ജീവൻ പകർന്ന ആ ഗന്ധർവ ഗായകൻ്റെ സ്മരണകൾ ഇവിടെ ഉറങ്ങുന്നു. साथी रे तेरे बिना भी क्या
ഭാരതത്തിൻ്റെ പുണ്യനദികളിലൊന്നായ നർമ്മദ മാതൃവാത്സല്യത്തിൻ്റെ ക്ഷീരധാരയായി ഖണ്ഡ്വയുടെ പ്രധാന ഭാഗങ്ങളെ പുണർന്നുകൊണ്ട് ഒഴുകുന്നു. ഖണ്ഡ്വ പ്രദേശത്തിൻ്റെ സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് ജീവൻ പകർന്നവരുടെ സ്മരണകളിലേക്ക്, ചരിത്ര വർത്തമാനങ്ങളിലേക്ക് ഇനി നമുക്ക് കടന്നു പോകാം. Missionaries of Saint Francis de Sales in 1866. 1666 മിഷണറീസ് ഓഫ് സെന്റ് ഫ്രാൻസിസ് ഡി സെയിൽസ് എന്ന സന്യാസ സഭയിലെ ഫാദർ അമേദിയൂസ് ഡിലാലക്സ് ആണ് ആദ്യമായി ഖാണ്ഡ്വായിൽ എത്തുന്നത്. Attend to the needs ഇറ്റാർസി, and to the അസീർഘഡ്, pastoral ഹുരാൻപൂർ, needs of our ഖണ്ഡ്വ Christians. എന്നിവിടങ്ങളിൽ അന്നത്തെ റെയിൽവേ ജീവനക്കാരായി എത്തിയ ക്രിസ്ത്യാനികളുടെ അജപാലനപരമായ ആവശ്യങ്ങൾ നിർവഹിക്കാനാണ് അദ്ദേഹം എത്തിയത്. Asirgarh, Burhanpur, etc. അതിനുശേഷം 1870 ഫാദർ ജെ തേവ്നട്ട് MSFS ആണ് ഖാണ്ഡ്വായിലെ ആദ്യത്തെ മനോഹരമായ ദേവാലയം നിർമ്മിക്കുന്നത്. ഫ്രാൻസിസ് ഡി സെയിൽസ് മിഷണറിമാരാണ് ഈ പ്രാദേശിക ക്രൈസ്തവ സമൂഹത്തെ വളർത്തുന്നതിനായി പ്രയത്നിച്ചത്. പിന്നീട് 1892 സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് ഷംബേരി എന്ന സന്യാസിനി സമൂഹം ഖാണ്ഡ്വായിൽ ഒരു വിദ്യാലയം ആരംഭിച്ചു. ഇതാണ് ഖാണ്ഡ്വ പ്രദേശത്ത് സ്ഥാപിതമായ ആദ്യത്തെ ക്രൈസ്തവ വിദ്യാലയം. ഇവിടുത്തെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ പിന്തുണയുമായി പല സന്യാസ സഭകളും മുന്നോട്ട് വന്നു. അങ്ങനെ ഇവിടുത്തെ സഭ വളരുകയും സുവിശേഷ പ്രവർത്തനങ്ങൾ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. ഈ പ്രദേശങ്ങളെല്ലാം അന്ന് ഇൻഡോർ രൂപതയുടെ കീഴിലായിരുന്നു. എന്നാൽ ദൈവകൃപയാൽ 1977 ഫെബ്രുവരി 3 ഖാണ്ഡ്വ രൂപത നിലവിൽ വരികയും മാർ എബ്രഹാം വിരുത്തുകുളങ്ങര പ്രഥമ ബിഷപ്പായി നിയമിതനാവുകയും ചെയ്തു. 1977 മാർച്ച് 4 ഖണ്ഡ്വ രൂപത നിലവിൽ വന്നപ്പോൾ പ്രഥമ ഇടയനായി നിയോഗം ലഭിച്ചത് കേരളത്തിൽ നിന്നുള്ള മിഷണറി വൈദികനായ മാർ എബ്രഹാം വിരുത്തുകുളങ്ങരയ്ക്കാണ്. 19 വർഷക്കാലം ഖണ്ഡ്വ രൂപതയുടെ ബാലാരിഷ്ടതകൾ പിന്നിട്ട് വളർച്ചയുടെ നാളുകളിൽ തീക്ഷ്ണതയോടെ നേതൃത്വം നൽകാൻ മാർ വിരുത്തുകുളങ്ങര പിതാവിനെ സാധിച്ചു. വൈദികനായതിൻ്റെ 8ാം വർഷം തൻ്റെ 34ാം വയസ്സിൽ മെത്രാഭിഷേകത്തിൻ്റെ അപൂർവ നിയോഗം ലഭിച്ച മാർ എബ്രഹാം വിരുത്തുകുളങ്ങര സൈക്കിളിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് ആദ്യകാലങ്ങളിൽ മിഷൻ ഇടവകകൾ സന്ദർശിച്ചിരുന്നത്. കഠിനാധ്വാനവും ലളിത ജീവിതവും വിശ്വാസ തീക്ഷ്ണതയും അദ്ദേഹത്തെ പ്രിയങ്കരനാക്കി മാറ്റി. പിന്നീട് 1998 നാഗ്പൂർ രൂപതയുടെ അധ്യക്ഷനായി പുതിയ നിയോഗം ലഭിച്ചു. ഒടുവിൽ 2018 ഏപ്രിൽ 19 ഇഹലോകവാസം വെടിയുമ്പോൾ 4 പതിറ്റാണ്ട് മെത്രാഭിഷേക നിറവോടെ സേവനം ചെയ്യാൻ സാധിച്ചു എന്നത് അസുലഭ ദൈവാനുഗ്രഹമായി വിലയിരുത്തപ്പെടുന്നു. ദൈവകൃപയാൽ ഖാണ്ഡ്വ രൂപതയുടെ 3ാമത്തെ ബിഷപ്പായി ചുമതലയേൽക്കാനുള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചു. 2009 ജൂലൈ 16 എൻ്റെ മെത്രാഭിഷേക ചടങ്ങ് നടന്നത്. അന്നു മുതൽ രൂപതയിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കും അജപാലന രംഗത്തും ആതുര സേവനങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലും എല്ലാ മിഷണറിമാരിൽ നിന്നും രൂപതയിലെ എല്ലാ വൈദികരിൽ നിന്നും നിർലോഭമായ സഹകരണമാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ദരേല, ബില്ലാല എന്നീ ഗോത്രവിഭാഗങ്ങൾക്കിടയിലാണ് ഞങ്ങൾ മുഖ്യമായും പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ ധാരാളമായ അനുഗ്രഹങ്ങൾ
ഈ മേഖലയിൽ വർഷിക്കപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ തീഷ്ണതയോടെ പ്രവർത്തിക്കുന്നു. ഒരു നൂറ്റാണ്ടിനു മുമ്പേ ആരംഭിച്ച ഇവിടുത്തെ മിഷൻ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ ധാരാളം വൈദികരെയും സന്യസ്തരെയും ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മിഷൻ ദൈവവിളികൾ ഉണ്ടാകുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ 1866 ആരംഭിച്ച ഈ മിഷൻ നമുക്ക് തുടരാനാകും. 1866 വിശാഖപട്ടണം രൂപതയുടെ കീഴിലായിരുന്നു ഖണ്ഡുവ പ്രദേശം. MSFS വൈദികനായ ഫാദർ അമാഡിസ് ഡെലാലക്സ് ആണ് ഈ പ്രദേശത്ത് പാദമൂന്നിയ പ്രഥമ കത്തോലിക്ക വൈദികനെന്ന് രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. മധ്യപ്രദേശിലെ ഖണ്ഡുവ, ബുരാൻപൂർ, ബഡ്വാനി, ഖർഗോൺ എന്നിങ്ങനെ 4 ജില്ലകളിലായാണ് ഖണ്ഡുവ രൂപത വ്യാപിച്ചു കിടക്കുന്നത്. വിവിധ ഗോത്ര സമൂഹങ്ങളും ആദിവാസികളും അധിവസിക്കുന്ന ഈ പ്രദേശത്തെ പൊതുവെ നിമാഡ് പ്രവിശ്യ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വൻതോതിൽ ആര്യവേപ്പ് തിങ്ങി വളരുന്ന പ്രദേശമായതുകൊണ്ടാണ് നിമാഡ് എന്ന് ഈ ദേശത്തിന് പേരുവന്നത്. അതുകൊണ്ടുതന്നെ ഇവിടുത്തെ മിഷൻ പ്രവർത്തനങ്ങളെ നിമാഡ് മിഷൻ എന്നും വിശേഷിപ്പിക്കുന്നു. 1870 ഫാദർ ജെ തേവനറ്റ് MSFS ആണ് ഖണ്ഡുവയിൽ ആദ്യത്തെ ചാപ്പൽ നിർമ്മിക്കുന്നത്. അന്നത്തെ റെയിൽവേ ജീവനക്കാരും ബ്രിട്ടീഷ് ഓഫീസുകളിലും രാജകൊട്ടാരങ്ങളിലും ജോലി ചെയ്തിരുന്ന ഗോവൻ ക്രിസ്ത്യാനികളും തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ചിരുന്നതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ബുരാൻപൂരിലെ അസീർഗഡ് കോട്ടയിൽ ഒരു ചാപ്പൽ ഉണ്ടായിരുന്നതായും അവിടെ ഫാദർ അഡോൾഫ് സൂഷോ തിരുക്കർമ്മങ്ങൾക്കായി കടന്നു ചെന്നിരുന്നതായും തെളിവുകളുണ്ട്. ക്രിസ്ത്യൻ മിഷണറിമാരുടേതുൾപ്പെടെ കല്ലറകൾ ഇപ്പോഴും കോട്ടയ്ക്കകത്തെ സെമിത്തേരിയിൽ ഉണ്ട്. കാലിമേയ്ക്കലും കൃഷിയുമായിരുന്നു നിമാഡ് പ്രദേശത്തെ ജനതയുടെ പ്രധാന വരുമാന മാർഗങ്ങൾ. ആൺകുട്ടികൾ കാലിമേയ്ക്കാനും പെൺകുട്ടികൾ കൃഷിജോലികൾക്കും പോകും. വിദ്യാഭ്യാസം വേണമെന്ന ചിന്തയോ അതിനുള്ള സൗകര്യങ്ങളോ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. വിദ്യാഭ്യാസത്തിലൂടെ ജീവിതം മെച്ചപ്പെടുത്തുവാനും വിശ്വാസം പരിശീലിപ്പിക്കുവാനും ലക്ഷ്യമിട്ട് ഇവിടെ എത്തിയ മിഷണറിമാർ വിദ്യാലയങ്ങൾ ആരംഭിച്ചു. 1892 കാംപ്റ്റിയിൽ നിന്നും വന്ന സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ജോസഫ് ഓഫ് ചമ്പേരിയാണ് ഈ പ്രദേശത്തെ പ്രഥമ വിദ്യാലയം ആരംഭിച്ചത്. റെയിൽവേയിൽ നിന്നും വാടകയ്ക്ക് നൽകിയ കെട്ടിടത്തിലായിരുന്നു സ്കൂളിന്റെ ആദ്യകാല പ്രവർത്തനം. ഈ നൂറ്റാണ്ടിൽ പോലും സ്കൂളുകളിൽ പോകാതെയും എഴുതാനും വായിക്കാനും അറിയാൻ പാടില്ലാത്ത വളരെയധികം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ പോലും താല്പര്യപ്പെടുന്നില്ലായിരുന്നു. ചെറുപ്രായത്തിന് ഒരു വിവാഹം കഴിച്ചയക്കുക, അല്ലെങ്കിൽ മറ്റുള്ള വീട്ടുജോലികൾ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ കന്നുകാലികളെ മേയ്ക്കുവാൻ വേണ്ടി വനപ്രദേശങ്ങളിൽ പറഞ്ഞയക്കുക. ഇങ്ങനെയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ അവർ ഒരിക്കലും സ്കൂളിൽ വിടാൻ താല്പര്യപ്പെടുത്തില്ലായിരുന്നു. അപ്പം ഇങ്ങനെ വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് അവർ വളരെ പേര് അടിമത്തത്തിൽ കഴിഞ്ഞവരുണ്ട്. ഒത്തിരി ആൾക്കാർ അവരെ ചൂഷണം ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു അബദ്ധത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി, യുവതലമുറയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഖണ്ഡുവ രൂപത ഒത്തിരിയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ യുവതലമുറയ്ക്ക് നല്ലൊരു വിദ്യാഭ്യാസം നൽകി അവർക്ക് നല്ലൊരു ജോലി നേടിക്കൊടുക്കുക, നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കുക എന്നതായിരുന്നു രൂപതയുടെ പ്രധാന ലക്ഷ്യം. ഈ 4 ജില്ലകളിലായിട്ട് രൂപതയിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ള സന്യാസി സമൂഹങ്ങളും 40ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടാതെ 40-45 ഹോസ്റ്റൽസ്, പ്രത്യേകിച്ച് പിന്നോക്ക വർഗ്ഗക്കാരായ ആദിവാസി ഹരിജൻ പിള്ളേർക്കും വേണ്ടിയിട്ട് ബോയ്സിനും ഗേൾസിനുമായിട്ട് 40-45 ഹോസ്റ്റലുകൾ നടത്തുന്നുണ്ട്. ഈ ഹോസ്റ്റലിൽ ഏകദേശം 3000-3500 കുട്ടികൾ സൗജന്യമായി പഠിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഹോസ്റ്റൽ ഞങ്ങൾ നടത്താനുള്ള പ്രധാന കാരണം, ഈ ഹോസ്റ്റൽ വഴി ഞങ്ങൾക്ക് കൂടുതൽ ഗ്രാമപ്രദേശങ്ങളിൽ പോകുവാനും അവരുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെടുവാനും, അങ്ങനെ കത്തോലിക്ക സഭയും
സ്ഥാപിക്കുവാനും ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ വചനങ്ങളും പറഞ്ഞു കൊടുക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഖാണ്ഡുവ രൂപത 40 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഈ 40 വർഷത്തെ ചരിത്രം നോക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒത്തിരിയധികം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒത്തിരിയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ. വളരെയധികം കുട്ടികൾ ഇന്ന് സ്കൂളിൽ വരുന്നുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ധാരാളം പേർ ഇന്നുണ്ട്. ഇന്നെല്ലാ മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫീസ് തരാൻ സാധിക്കാത്തവരെയും തീരെ പാവപ്പെട്ടവരെയും രൂപത സൗജന്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മുന്നോട്ടുള്ള തലമുറയ്ക്ക് നല്ലൊരു ഭാവി വളർന്ന് വരുന്നതിന് വേണ്ടി രൂപത കഠിനമായി പ്രവർത്തിക്കുന്നുണ്ട്. രൂപതയിലെ ഭൂരിഭാഗം അച്ഛന്മാരും സിസ്റ്റേഴ്സും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ ഇടവകളിൽ തന്നെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ട്. ഇതുപോലെ തുടർന്നുള്ള മുന്നോട്ടുള്ള വർഷങ്ങളിലും കൂടുതൽ വിദ്യാഭ്യാസങ്ങൾ സ്ഥാപിക്കുവാനും കൂടുതൽ ജനങ്ങളെ പഠിപ്പിക്കുവാനും അവർക്ക് നല്ല ഭാവി ഉണ്ടാക്കുവാൻ വേണ്ടി രൂപത പരിശ്രമിക്കുന്നു. ഇന്നിപ്പോൾ രൂപതയോടൊപ്പം തന്നെ മറ്റുള്ള NGOസും വളരെയധികം സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ ഗവൺമെൻറ്റും എല്ലാ വില്ലേജ് വഴിയും ഗ്രാമപ്രദേശങ്ങൾ വഴിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ ധാരാളം കുട്ടികൾ പഠിക്കുകയും രാജ്യത്തിൻ്റെയും സമുദായത്തിൻ്റെ വികസനത്തിന് ഒത്തിരി ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. 1902 അവസാനത്തോടെ CMSF മിഷണറി ബ്രദേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് 15 ഏകാധ്യാപക വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. തങ്ങൾ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച റോഷനായി ഗ്രാമത്തിലാണ് ഇത്തരത്തിലെ ആദ്യ വിദ്യാലയം ആരംഭിച്ചത്. 1904 ഖണ്ഡുവ നഗരാതിർത്തിയിൽ കൂടുതൽ പഠന സൗകര്യങ്ങളോടെ RC മിഷൻ സ്കൂൾ ആരംഭിച്ചു. ഇന്നത് സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയി വളർന്നിരിക്കുന്നു. ക്രൈസ്തവരും ഇതര മതസ്ഥരുമായ പാവപ്പെട്ട വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്താൽ സ്ഥാപിതമായ ഈ വിദ്യാലയം ഇന്നും ഈ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കാതെ സേവനം തുടരുന്നു. വിവിധ ഗോത്രവിഭാഗങ്ങളിലായി ചിതറിക്കപ്പെട്ടു കഴിയുന്ന ജനത്തെ ഏകസത്യ ദൈവത്തിൻ്റെ അജഗണത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയ മിഷണറിമാർ വിദ്യാലയങ്ങളിലൂടെയാണ് ഇവരുടെ മനസ്സുകളിൽ ഇടം നേടിയത്. ബ്രദർ പൗലോസ് മോറിറ്റ്സിൻ്റെ നേതൃത്വത്തിൽ സമീപ ഗ്രാമങ്ങളിൽ 15 ഏകാധ്യാപക വിദ്യാലയങ്ങൾ ആരംഭിച്ച് വിദ്യാഭ്യാസവും വിശ്വാസവും ഒരുപോലെ പകർന്നു നൽകിയാണ് ഇവിടെ ക്രൈസ്തവ സഭയുടെ അടിത്തറ പാകിയത്. ദൂരദിക്കുകളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കുന്നതിന് ഇവർ ഹോസ്റ്റൽ സൗകര്യവും ഇവിടെ ഒരുക്കിയിരുന്നു. ഇത്തരത്തിൽ ആരംഭിച്ച ബോർഡിംഗ് സ്കൂളുകളിൽ വിദ്യാഭ്യാസം നേടി ജീവിതത്തിൽ മെച്ചപ്പെട്ട നിലയിലെത്തിയവരാണ് ഇന്നുള്ള തദ്ദേശീയ ക്രൈസ്തവരിൽ അധികവും. വീട്ടിലെ ദാരിദ്ര്യം മൂലം ഭക്ഷണം ലഭിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർത്തവരും അന്ന് ഏറെയുണ്ടായിരുന്നു. ദാരിദ്ര്യത്താലും രോഗങ്ങളാലും വലഞ്ഞിരുന്ന ഗ്രാമവാസികൾക്ക് ബ്രദേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ അനുഗ്രഹമായി മാറി. കാലിമേയിച്ചും കൃഷി ചെയ്തും കഴിഞ്ഞിരുന്നവർ സമൂഹത്തിൽ ഉയർന്ന ജോലികൾ കരസ്ഥമാക്കി മികച്ച ജീവിത സാഹചര്യങ്ങളിലേക്ക് ഉയരാൻ സഹായകമായത് മിഷണറിമാർ ആരംഭിച്ച വിദ്യാലയങ്ങളാണ്. ഇത് അവരെ ക്രൈസ്തവ വിശ്വാസത്തിലേക്കും ആകർഷിച്ചു. ഇന്ന് രൂപത വളരെയധികം ജനങ്ങളെ പല വിധത്തിലും സഹായിക്കുന്നുണ്ട്. സാമ്പത്തികമായ പിന്നോവസ്ഥയിൽ നിൽക്കുന്ന ജനങ്ങളെ വിദ്യാഭ്യാസപരമായും ആരോഗ്യ മേഖലകളിൽ നമ്മളുടെ സിസ്റ്റേഴ്സും അച്ഛന്മാരും വർക്ക് ചെയ്യുന്നുണ്ട്. അവർ വഴിയായും രോഗികളായവരെയും സഹായിക്കുന്നുണ്ട്. പിന്നെ രൂപതയുടെ സോഷ്യൽ സർവീസ് സെൻറ്റർ വഴിയായിട്ട് പലവിധ സഹായങ്ങളും ഈ ജനങ്ങൾക്കായി ചെയ്യുന്നുണ്ട്, അവരുടെ ഉന്നമനത്തിനായി. ഇന്ന് രൂപതയുടെ സാമ്പത്തിക സ്ഥിതി
അത്ര മെച്ചപ്പെട്ടതല്ലെങ്കിലും വളരെയധികം ചെയ്യുവാനായി രൂപതി ആഗ്രഹിക്കുന്നുണ്ട്. രൂപതയാകട്ടെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങളും സഹകരണങ്ങളും പിന്നെ ഞങ്ങളുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും കിട്ടുന്ന വരുമാനത്തിലൂടെ ഈ പ്രവർത്തനം മുന്നോട്ട് നയിക്കുകയാണ്.